എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹോംലി ടിപ്സിലേക്ക് സ്വാഗതം. നെഞ്ചരിച്ചിൽ മാറാൻ മുത്തശ്ശിയുടെ പൊടിക്കൈ, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ നെഞ്ചരിച്ചിൽ കാരണം നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ പ്രശ്നം, കഴിച്ചില്ലേൽ പ്രശ്നം, പുളിച്ചത് കെട്ടുക, നെഞ്ചരിച്ചിൽ വരിക, ഗ്യാസ് വരിക, അസിഡിറ്റി, ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വരുന്നത്. പ്രകൃതിദത്തമായി ഇതിനൊക്കെ ചില പൊടിക്കൈകൾ നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തിരുന്നു. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ പൊടിക്കൈ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചത്, അതിൻ്റെ നീര് 5 ml എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണാണ്. അപ്പം അതെടുക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇതാദ്യം എടുക്കുക. അതിന് ശേഷം നാരങ്ങ നീര്, അതും നാരങ്ങ നീരെടുത്തത് ഇത് പറഞ്ഞ പോലെ തന്നെ 5 ml ആണ് വേണ്ടത്. 5 ml എടുത്ത് അതും അതിലേക്ക് മിക്സ് ചെയ്യുക. പ്ലസ് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തേനാണ്. ടേബിൾ സ്പൂൺ തേൻ, അതും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് ആ തേനും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട്, ഈ വെള്ളം എന്ന് പറയുന്നത് ചെറിയ ചൂട് വേണം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് രാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുക. അപ്പോൾ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വയറിനുണ്ടാകുന്ന സ്തംഭനവും വീർക്കലും വേദനയും വിശപ്പില്ലായ്മയും എന്നിവയൊക്കെ മാറാൻ വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യമാണെങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ മറന്നു പോവരുത്. കൂടാതെ തന്നെ ചില കാര്യങ്ങൾ ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണം അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങരുത്, നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇരുന്ന് സാവധാനത്തിൽ കഴിക്കുക. എങ്ങോട്ടാണ് ഈ ഓടുന്നത്? സാവധാനത്തിൽ ഇരുന്ന് ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് പിന്നീട് നമുക്ക് നല്ലതായിട്ട് ദഹനമൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ ശരീരത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. അതുപോലെ ഒരു മീലും മറ്റൊരു മീലും തമ്മിൽ ഒരു സമയക്രമമൊക്കെ പാലിക്കുക. എപ്പോഴും ഏത് സമയവും നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അതൊക്കെ നമ്മളെ ഈ ദഹന പ്രക്രിയയെ വല്ലാതെ ബാധിക്കുന്നതാണ്. ഒരു കൃത്യസമയത്ത്, രാവിലെ കൃത്യസമയത്ത് പ്രാതൽ കഴിക്കുക. അതുപോലെ രാത്രി ഡിന്നർ വളരെ വൈകുന്നതിന് പകരം ഒരു 7:30 മുമ്പേ അത്താഴം കഴിക്കുക. പെട്ടെന്ന് നേരത്തെ തന്നെ കിടന്നുറങ്ങാനൊക്കെ ശീലിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഈ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ടു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. ഹോംലി ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഇനി കാണാം. എല്ലാവർക്കും നമസ്കാരം.